നമസ്കാരം. ആണവ സാങ്കേതിക വിദ്യ വലിയ തന്ത്രപ്രധാനമായ വിഷയം തന്നെയാണ്. ഒരു വെർട്ടിക്കൽ ന്യൂക്ലിയർ പ്രോളിഫറേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ആണവ ശക്തികളായ രാജ്യങ്ങൾ കൂടുതൽ പ്രഹരശേഷിയുള്ള ആണവായുധങ്ങളുടെ റിസർച്ചിലാണ്. അവർ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഉപയോഗിച്ചില്ല എങ്കിൽ പോലും. പക്ഷേ ഹൊറിസോണ്ടൽ പ്രോളിഫറേഷൻ ഒരു വലിയ വിഷയമാണ്. കൂടുതൽ രാജ്യങ്ങൾ ആണവ ക്ലബിൽ അംഗത്വം നേടുന്നു, ആണവ സാങ്കേതിക വിദ്യ വെപ്പണൈസേഷൻ ഗ്രേഡിലേക്ക് കൊണ്ടുപോകുന്നു. അത് വലിയ വിഷയമാണ്. നിലവിലുള്ള ആണവ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, അത് സഹിക്കില്ല, ക്ഷമിക്കില്ല. അങ്ങനെയാണല്ലോ ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ അമേരിക്ക കർശനമായി നിന്നത്. ഈ വീഡിയോയിൽ അമേരിക്കയെ കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് 3 യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ്, ബ്രിട്ടൻ ആൻഡ് ജർമ്മനി, ഇതാണ് ബിഗ് 3 ഇൻ യൂറോപ്പ്. ഈ 3 രാജ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിന് കത്തെഴുതിയിരിക്കുന്നു. ഇറാൻ ആണവ സമ്പുഷ്ടീകരണവുമായി, ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയാൽ കർശനമായ ഉപരോധം ഇറാനെതിരെ എടുക്കും. ഇതിലെന്താ പുതുമയെന്ന് ചോദിച്ചേക്കാം. പുതുമയുണ്ട്. അവർ സാധാരണ എങ്ങനെ പറയാറില്ലായിരുന്നു, അമേരിക്കയ്ക്ക് ആ റോൾ വിട്ടുകൊടുക്കുകയായിരുന്നു പതിവ്. എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് സംയുക്തമായി അവർ ആലോചിച്ച് തന്നെ ചെയ്തതാണ്. അമേരിക്കയെ കോൺഫിഡൻസിൽ എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഈ വിഷയത്തിലെങ്കിലും. പൊതുവെ ഒരു ധാരണയുണ്ടാവും, ഇറാൻ ആണവ രാജ്യമാകുന്നത് യൂറോപ്പുമായി ചേർന്ന് നിൽക്കുന്ന ഇറാൻ ഏഷ്യയിലാണെങ്കിൽ പോലും അമേരിക്ക അങ്ങ് അകലെ കിടക്കുന്ന രാജ്യമാണ്. ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ യൂറോപ്യൻ നഗരങ്ങളിൽ പതിക്കാനുള്ള സാധ്യത മുൻകൂട്ടിയാണ് എന്ന് വാദിക്കാമെങ്കിലും ഒരുപക്ഷെ അതാകണമെന്നില്ല കാര്യം. അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി ലോകത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥ ചുമതല വിട്ടുകൊടുക്കാൻ യൂറോപ്പ് തയ്യാറല്ല എന്നതിന്റെ ആദ്യ സൂചനയാണ്. 2, റഷ്യ ഇറാൻ ബന്ധങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ ഇത് അമേരിക്കയും റഷ്യയും തമ്മിൽ കരാറിലെത്താൻ പോകുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പുടിൻ ട്രംപ് കൂടിക്കാഴ്ച അലാസ്കയിൽ വെച്ച് നടന്നത് തീരുമാനമെടുത്ത് പിരിഞ്ഞില്ല എങ്കിൽ പോലും ആത്യന്തികമായി അവർ ധാരണയിലെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറാന്റെ കാര്യം അവിടെ വിസ്മൃതിയിലാണ്ട് പോകുന്നു. അതുകൊണ്ട് ഇറാനെ എങ്ങനെയെങ്കിലും നിലയ്ക്ക് നിർത്തണം. അമേരിക്ക ഇസ്രയേലിലൂടെ ഇറാനുമായി ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നു, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ ഒരു നിലപാടിലല്ല. ഇവിടെയാണ് ഇസ്രയേൽ കടന്നു വരുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, ഗാസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ നിലപാടല്ല ഈ മേൽപ്പറഞ്ഞ ജർമ്മനി, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ ഈ രാജ്യങ്ങൾക്ക്. ഗാസ, വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ സ്വതന്ത്ര പരമാധികാര രാജ്യം രൂപീകരിക്കണം എന്ന ഒരു ചിന്ത വളരെ ഉറക്കെ തന്നെ ഈ രാജ്യങ്ങൾ പ്രകടിപ്പിച്ചു. അമേരിക്ക ഇപ്പോഴും പറയുന്നില്ല സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ അനുകൂലമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതുവരെ. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ തത്വത്തിൽ, പ്രധാനപ്പെട്ട മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ തത്വത്തിൽ പാലസ്തീൻ അനുകൂല, അല്ലെങ്കിൽ സ്വതന്ത്ര പാലസ്തീൻ അനുകൂല നിലപാട്. ഇസ്രയേലിനെ തള്ളിക്കളയാതെ തന്നെ, ഇസ്രയേലുമായിട്ട് ബന്ധം തുടർന്നുകൊണ്ട് തന്നെ, ഇസ്രയേലിന്റെ ഭൂമുഖത്ത് ജീവിക്കാനുള്ള, എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ സമാധാനം ഉണ്ടാകണം, സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ഉണ്ടാവണം എന്നുള്ള യൂറോപ്പിന്റെ നിലപാട്. അപ്പൊ അവിടെ ഇറാൻ ആണ് ഇനിയിപ്പോ സംയമനം പാലിക്കേണ്ടത്. ഇറാന് എന്തുകൊണ്ട് ആണവായുധങ്ങൾ? ഇറാന്റെ സുരക്ഷാ ഭീഷണി തന്നെയാണ്. മസൂദ് പെസഷ്കിയാനും സംഘവും, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖുമൈനിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു റിലിജിയോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, അവർ കാണുന്ന സുരക്ഷാ ഭീഷണി അത് വരുന്നത് ഇസ്രയേലിൽ നിന്നാണ്. പക്ഷെ ഇസ്രയേൽ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുകയുമാണ്. ആത്യന്തികമായി അമേരിക്കൻ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഇസ്രയേൽ നിൽക്കും, ഇസ്രയേലിന്റെ താല്പര്യത്തിന് വേണ്ടി അമേരിക്ക നിൽക്കും. യൂറോപ്പിനോട് പങ്കാളിത്തമില്ല. പക്ഷെ നേരിട്ട് സുരക്ഷാ ഭീഷണി യൂറോപ്പിന് വരുന്നത് ഇറാനിൽ നിന്നാണ്. അങ്ങനെ വന്നാൽ ഇറാൻ നിരായുധീകരിക്കപ്പെടണം, ന്യൂട്രലൈസ് ചെയ്യപ്പെടണം, പ്രശ്നങ്ങൾ അവസാനിക്കണം. ആണവമാണ് പ്രശ്നം. അമേരിക്ക കഴിഞ്ഞ മാസം എന്താണ് ചെയ്തത്? യുദ്ധം അവസാനിപ്പിക്കാൻ ചെയ്തത് എന്താണ്? ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ B-2 ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തകർത്തു. നമ്മളെല്ലാം അത് കണ്ടതാണ്, കേട്ടതാണ്, അതേക്കുറിച്ച് അവലോകനം ചെയ്തതാണ്. യൂറോപ്പിന്റെ നിഗമനം എന്താണ്? ഇത് പൂർണ്ണമായി ഒരു ഒത്തുകളിയാണ്. ഇറാൻ എന്ന ആണവ ശക്തി, ഇറാൻ എന്ന രാജ്യത്തിന്റെ ആണവ കേപ്പബിലിറ്റിക്ക് കാര്യമായ പോറൽ ഉണ്ടായിട്ടില്ല. സുഗമമായി ഫിസൈൽ മെറ്റീരിയൽസ്,
യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള സമയം കൊടുത്തുകൊണ്ട്, അത് പിന്നണിയിൽ നിന്നുകൊണ്ട് ചാരക്കണ്ണുകളിലൂടെ വാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രഹസനം എന്ന നിലയിൽ ഇറാന്റെ കുറച്ച് ഇൻസ്റ്റലേഷൻസ് തകർത്തു. B2 ബോംബേഴ്സ് മെച്ചമാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്, പ്രഹരശേഷി ഉണ്ടെന്ന് തെളിയിക്കേണ്ടതുണ്ട്. നാളെ വരുതിയിൽ നിന്നില്ല എങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യും എന്ന സൂചനയും നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ചെയ്തു. അതുകൊണ്ട് യൂറോപ്പിനുള്ള സുരക്ഷാ ഭീഷണി ഒഴിഞ്ഞു പോകുന്നില്ല. ഇറാന്റെ ആണവ ടെക്നോളജി ഓൺ പേപ്പർ അറ്റ്ലീസ്റ്റ് ഈസ് ഇൻടാക്ട്. ഏത് നിമിഷവും അവർക്ക് വീണ്ടും റീഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ബോംബ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് പരിഹാരമുണ്ടാക്കണം. അതിന് പറയുന്ന കാര്യം ഉപരോധം എന്നതാണ്. അമേരിക്ക നാളെ ഒരുപക്ഷെ ഉപരോധം പിൻവലിച്ചേക്കാം. നാളുകളിൽ അവർ സന്ധി ചെയ്തേക്കാം. കാരണം ട്രംപ് ഉള്ളിടത്തോളം കാലം എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി പറയാനാവില്ല. ഡീൽ, മറു ഡീലുകൾ, സൈലന്റ് ഡീലുകൾ, ഓപ്പൺ ഡീലുകൾ, ഈ ഡീലുകളുടെ കാലമാണ്. യൂറോപ്പ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ, സഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് നിസ്സഹായനായി കാര്യങ്ങൾ കണ്ടു നിൽക്കുന്നു. എല്ലാം ട്രംപും പുടിനും മറ്റു നേതാക്കളും ചേർന്ന് തീരുമാനിക്കുകയാണ്. കാര്യങ്ങൾ ഉൾപ്പെടെ WTOയ്ക്ക് യാതൊരു കാര്യവും നിയന്ത്രണവുമില്ല. തോന്നിയതുപോലെ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ധാരണയിലെത്തുകയാണ്. പിന്നെ എന്തിനാണ് യുണൈറ്റഡ് നേഷൻസ്? ഈ ചോദ്യമാണ്. അതുകൊണ്ട് ടു മേക്ക് UN relevant once again is the need of European countries, not America, not China, not Russia, not Iran. യൂറോപ്യൻ രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടന, ബ്രസൽസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസ് നിലനിർത്തണം. ന്യൂയോർക്ക് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിർത്തണം. ഇത് യൂറോപ്പിന്റെ ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ ഒരു പരസ്യ നിലപാടെടുത്ത് പരസ്യമായി കത്തെഴുതിയിരിക്കുന്നു, ഐക്യരാഷ്ട്ര സംഘടന ഇതിൽ ഇടപെടണം. അതിൽ കാര്യമില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അണയാൻ പോകുന്നതിന് മുൻപ് ആളിക്കത്തിയില്ലെങ്കിൽ പോലും നിലനിർത്താൻ അവസാന തുള്ളി ജീവജലം യുണൈറ്റഡ് നേഷൻസിന് നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ചിത്രവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏക പീസ് ബ്രോക്കറായി അമേരിക്ക വരുന്നതിനോടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യോജിപ്പില്ല. നോക്കൂ, ഈ പ്രഖ്യാപനം വന്നതിന്റെ പശ്ചാത്തലം എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉക്രൈൻ വിഷയത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ അലാസ്കയിൽ വെച്ച് ചർച്ച ചെയ്യുന്നതിന് സമാന്തരമായിട്ടാണ് ഈ വിഷയം വരുന്നതെന്ന് ഓർക്കണം. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പറയാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തോട്. അമേരിക്ക നേതൃത്വം നൽകുന്ന ഈ ക്രമത്തിൽ ജൂനിയർ പാർട്ട്നേഴ്സായി നിൽക്കാൻ ഞങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ സുരക്ഷ അമേരിക്കയുടെ സഹായത്തോടു കൂടി വരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട് പല വിഷയങ്ങളിലും. അതെപ്പോഴും അമേരിക്കൻ അനുകൂലമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് അമേരിക്കയുടെ പങ്കാളിത്തം ഇല്ലാതെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കത്തെഴുതുന്നു ഇറാൻ വിഷയത്തിൽ. നാളുകളിൽ ഒരുപക്ഷെ യൂറോപ്പ് മാറി ചിന്തിക്കുന്നു, അമേരിക്കയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മാറി ചിന്തിക്കുന്നു എന്നതിന്റെ ഏർലി സൂചനകളായി വ്യാഖ്യാനിക്കാമോ? അതോ തങ്ങളുടെ റെലവൻസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തോടായി പറയുകയാണോ? 2, 3 ഇനി അമേരിക്കയുടെ തീട്ടൂരം ഇല്ലാത്തതിന് നേരിട്ട് ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്ത് ഇനി വേണ്ടി വന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതിന്റെ പ്രഖ്യാപനമാണോ? അതോ ഇറാനിൽ നിന്നും നേരിട്ട് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നതിന്റെ ഒരു സൂചന കൊണ്ടാണോ? പല കാരണങ്ങളാലാണ്. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ കാരണമാണ് താനും. അതുകൊണ്ട് ഈ വീഡിയോയിൽ യൂറോപ്പിന്റെ ആശങ്കകൾ, യൂറോപ്പിന്റെ സാന്നിധ്യം, യൂറോപ്പിന്റെ റോൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്നു. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഇറാൻ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു വിഷയം. കാരണം ഇതൊരു നേരിട്ടുള്ള ഇറാനെതിരെയുള്ള ഒരു കൊട്ടെന്ന് വിചാരിക്കേണ്ടതില്ല. അതാണ് എന്റെ നിഗമനം. ഇത് അമേരിക്കയ്ക്കുള്ള സന്ദേശമാണ്, ലോകത്തിനുള്ള സന്ദേശമാണ്, ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ള ഒരു ലോങ് റോപ്പാണ്. ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്.